ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ ഇന്നലെ നിൻ്റെ വീട്ടിൽ വന്നിരുന്നു, പക്ഷെ നിന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ നിൻ്റെ വീട്ടിൽ വന്നിരുന്നു, പക്ഷെ നിന്നെ കാണാൻ പറ്റിയില്ല. ഈ പറ്റിയില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. ഞാൻ കുറച്ച് മുമ്പേ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറ്റിയില്ല എന്ന് പറയുമ്പം നമ്മൾ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇന്നലെ നിൻ്റെ വീട്ടിൽ വന്നിരുന്നു, പക്ഷേ നിന്നെ കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ. വന്നിരുന്നു എന്ന് പറയുമ്പം കെയിമാണ്. അപ്പം ഐ കെയിം ടു യുവർ ഹൗസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ബട്ട് ഐ കുഡിൻറ്റ് മീറ്റ് യു അല്ലെങ്കിൽ ബട്ട് ഐ കുഡിൻറ്റ് സീ യു എന്ന് പറയാം. അപ്പോൾ ഐ കെയിം ടു യുവർ ഹൗസ് യെസ്റ്റർഡേ ബട്ട് ഐ കുഡിൻറ്റ് പറ്റിയില്ല, കഴിഞ്ഞില്ല എന്നൊക്കെ പറയാൻ നമ്മൾ കുഡിൻ്റ് ആണ് യൂസ് ചെയ്യുക. ബട്ട് ഐ കുഡിൻറ്റ് സീ യു അല്ലെങ്കിൽ ബട്ട് ഐ കുഡിൻറ്റ് മീറ്റ് യു. സീ യു, മീറ്റ് യു എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഇന്നലെ എവിടെ പോയതായിരുന്നു? കുറേ സമയം ഞാൻ അവിടെ ഇരുന്നു. നീ ഇന്നലെ എവിടെ പോയതായിരുന്നു? കുറേ സമയം ഞാൻ അവിടെ ഇരുന്നു എന്ന് പറയാറുണ്ടല്ലോ. അതായത് കാത്തിരുന്നു എന്നാണ് പറയുന്നത്. സോ എങ്ങനെ പറയാ? നീ ഇന്നലെ എവിടെ പോയതായിരുന്നു? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടെ പോയതായിരുന്നു? ഐ വാസ് ദർ ഫോർ എ ലോങ് ടൈം. ഞാൻ ഇന്നലെ കുറേ സമയം അവിടെ ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കുറേ സമയം ഉണ്ടായിരുന്നു എന്നാണ്. ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനാണ് ഐ വാസ് ദർ ഫോർ എ ലോങ് ടൈം എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീ ഇന്നലെ എവിടെ പോയതായിരുന്നു? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ഐ വാസ് ദർ ഫോർ എ ലോങ് ടൈം. ഓക്കെ, നെക്സ്റ്റ് നിൻ്റെ അയൽവാസി പറഞ്ഞു അവർ ഇവിടെ ഇല്ല. എവിടെ പോയതാണെന്ന് എനിക്കറിയില്ല. ഇത് അയൽവാസി പറഞ്ഞത് നമ്മൾ വീണ്ടും അവരോട് പറയാണ് കേട്ടോ. നിൻ്റെ അയൽവാസി പറഞ്ഞു അവർ ഇവിടെ ഇല്ല, എവിടെ പോയതാണെന്ന് എനിക്കറിയില്ല എന്നപ്പം യുവർ നൈബർ സെഡ് ദാറ്റ്. യുവർ നൈബർ സെഡ് ദാറ്റ്. നിൻ്റെ അയൽവാസി പറഞ്ഞു യു വേറൻ ഹിയർ. യു വേറൻ ഹിയർ അല്ലേ. നമ്മൾ അയൽവാസി പറഞ്ഞതുപോലെ അല്ലല്ലോ നമ്മൾ അവരോട് പറയുക. നിൻ്റെ അയൽവാസി പറഞ്ഞത് എന്താണ്? അവർ ഇവിടെ ഇല്ല എന്നാണ്. പക്ഷെ നമ്മൾ അവരോട് പറയുമ്പോൾ നിൻ്റെ അയൽവാസി പറഞ്ഞു നീ ഇവിടെ ഇല്ലെന്ന് അല്ലേ, നമ്മൾ അങ്ങനെയല്ല പറയാം. അപ്പം അതുകൊണ്ടാണ് അവിടെ യു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെ പറയാം? യുവർ നൈബർ സെഡ് ദാറ്റ് യു വേറൻ ഹിയർ. യു വേറൻ ഹിയർ, നീ ഇവിടെ ഇല്ലെന്ന്. ആൻഡ് ഹാഡ് ഗോൺ സംവെയർ. നീ എവിടെ പോയതായിരുന്നു എന്ന് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ന് നിൻ്റെ അയൽവാസി പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയതായിരുന്നു എന്നെങ്ങനെ പറയാ? എനിക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വെഡിങ് യെസ്റ്റർഡേ ഐ വെന്റ് ദർ. എനിക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാഡ് എ വെഡിങ് യെസ്റ്റർഡേ അല്ലേ, കല്യാണം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വെഡിങ് യെസ്റ്റർഡേ ഐ വെന്റ് ദർ. ഞാൻ അവിടെ പോയതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി. ഇന്നലത്തെ കാര്യമാണല്ലോ, അപ്പം നമ്മളവിടെ വെന്റ് യൂസ് ചെയ്തു. നെക്സ്റ്റ് നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു അല്ലേ. നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു നമ്മൾ പറയാറുണ്ട് അല്ലേ. നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു. യു കുഡ് ഹാവ് കോൾഡ് മീ. യു കുഡ് ഹാവ് കോൾഡ് മീ. നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു നമ്മൾ പറയാറുണ്ടല്ലോ. ഐ ഡിഡ്ന്റ് ഹാവ് മൈ ഫോൺ വിത്ത് മീ. ഐ ഡിഡ്ന്റ് ഹാവ് മൈ ഫോൺ വിത്ത് മീ. എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. നെക്സ്റ്റ് ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇനി നീ എന്നാ ഇങ്ങോട്ട് വരിക എന്ന് ചോദിക്കാറുണ്ടല്ലോ. അതായത് ഇനി നീ എന്നാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലേ. വെൻ അല്ലേ, എന്നാണ് എപ്പോഴാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വെൻ. വെൻ ആർ യു കമ്മിങ് ഹിയർ? നെക്സ്റ്റ് വെൻ ആർ യു കമ്മിങ് ഹിയർ? നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നാണ്. ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വെൻ ആർ യു കമ്മിങ് ഹിയർ? നെക്സ്റ്റ്. ഓക്കെ, ഞാൻ ഇനി എപ്പോഴെങ്കിലും വരാം അല്ലേ. ഞാനിനി എപ്പോഴെങ്കിലും വരാം. ഞാൻ ഇനി എപ്പോഴെങ്കിലും വരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ കം എനി ടൈം. എപ്പോഴെങ്കിലും അല്ലേ. ഫ്രം നൗ ഓൺ.
ഫ്രം നൗ ഓൺ എന്ന് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വരാം എന്നുള്ള ആ ഒരു ഇതിനെ ഒന്നും കൂടി നമ്മൾ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്രം നൗ ഓൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഐ ക്യാൻ കം എനി ടൈം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ കം എനി ടൈം, ഞാനിനി എപ്പോഴെങ്കിലും വരാം, അതിൻ്റെ കൂടെ ഫ്രം നൗ ഓൺ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയി കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ നീ വരണം. ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ നീ വരണം. നീ വരണം, യു ഷുഡ് കം വെൻ ആം അറ്റ് ഹോം. വെൻ ആം അറ്റ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ നീ വരണം, യു ഷുഡ് കം അല്ലേ. അപ്പോൾ യു ഷുഡ് കം വെൻ ആം അറ്റ് ഹോം. ഓക്കെ, നെക്സ്റ്റ്, നീ വീട്ടിലുണ്ടാകുമ്പോൾ എന്നെ വിളിക്കണം. ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസ് ആണല്ലേ. നീ വീട്ടിലുണ്ടാകുമ്പോൾ എന്നെ വിളിക്കണം. ഇവിടെ നീ എന്നെ വിളിക്കണം എന്നാണല്ലോ. അപ്പം യു ഷുഡ് കോൾ മീ. യു ഷുഡ് കോൾ മീ, നീ എന്നെ വിളിക്കണം. വെൻ യു ആർ അറ്റ് ഹോം, നീ വീട്ടിലുണ്ടാകുമ്പോൾ എന്നെ വിളിക്കണം. ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ നിന്നെ വിളിക്കാം എന്നെങ്ങനെ പറയാം? ഐ ക്യാൻ കോൾ യു. ഐ ക്യാൻ കോൾ യു വെൻ ആം അറ്റ് ഹോം. വെൻ ആം അറ്റ് ഹോം, ഇവിടെ ഉണ്ടാകുമ്പോൾ എന്നുള്ളത് നമ്മളൊരു ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ നിന്നെ വിളിക്കാം. നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് നിന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് നിന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസ് ആണ്, പക്ഷെ നമുക്ക് സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് നിന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നിന്നെ വിളിക്കാൻ പറ്റിയില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.